അയർലൻഡ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പച്ചപ്പിൻ്റെ പറുദീസ. ഈ പ്രത്യേകത കൊണ്ട് തന്നെ സഞ്ചാരികളുടെ ഇടയിൽ എമറാൾഡ് ഐൽ എന്നറിയപ്പെടുന്ന മനോഹരമായ ദ്വീപ്. ദ്വീപിൻ്റെ പടിഞ്ഞാറേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന മാണിക്യമാണ് മയോ. മയോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിഗ്, എംപ്റ്റി ആൻഡ് വിഷ്വലി സ്റ്റണിങ്. കണ്ടാലും തീരാത്തത്ര കാഴ്ചകളുള്ള സ്ഥലമായതിനാൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന യാത്രയായിരുന്നു മയോയിലേത്. വി ലവ് ടു ട്രാവൽ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഞങ്ങളുടെ കൂടെ അളിയൻ ഡെന്നിസ്, സുഹൃത്ത് ദീപക്, പിന്നെ ദീപകിൻ്റെ വൈഫ് ശ്രുതി, പിന്നെ ഞാനും എൻ്റെ ഭാര്യയും. ഒരേ മനസ്സുള്ള സുഹൃത്തുക്കളുമായുള്ള യാത്ര എന്നും നല്ലൊരനുഭവം തന്നെയാണ്. ആ ഒരു അനുഭവം വേറൊന്നിനും നമുക്ക് തരാൻ സാധിക്കില്ല. സോ ഞങ്ങളുടെ എല്ലാ യാത്രകൾക്കും മുന്നിൽ നന്നായിട്ട് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്യും. ഐ മീൻ ലിറ്ററലി വി പ്ലാൻ അ ലോട്ട്. ഗരം മസാല, മീറ്റ് മസാല, ബിരിയാണി മസാല ഡൺ, ബിരിയാണി റൈസ് ഡൺ, ഗ്രീൻ ചില്ലീസ് ഡൺ, ഓണിയൻസ്, ഷാലറ്റ്സ് എടുത്തില്ലേ? അതുള്ള ബാക്കി എടുത്താ. ഗാർലിക് എടുത്താ? എടുക്ക്, അതൊക്കെ എടുക്കുക. പ്രശ്നമില്ലേ? വളരെ അത്യാവശ്യമുള്ള ബാറ്റ് മാത്രം കളിച്ചു തുടങ്ങിയാലോ? ഇവിടുത്തെ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയാലോ? ഇവിടുത്തെ ക്രിക്കറ്റ് കളിച്ചു ഭദ്രമായിട്ട് പൊതിഞ്ഞു വെക്കണമല്ലേ. ഇനിയുണ്ട് സാധനമുണ്ട്. ശ്രുതിയുടെ ബാഗ് വെക്കാനുണ്ട്. ഈ മറ്റേതൊക്കെ നീ താത്തിട്ടാ മതിയായിരുന്നു. അത് ബാഗ് ലഗേജ് വലുതെടുത്തിട്ടില്ല. ചെരുപ്പ് എടുത്തില്ല. ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര ശരിക്കും തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് മയോ. പക്ഷേ സ്ട്രേറ്റ് മയോ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ച് വഴികളൊക്കെ പ്ലാൻ ചെയ്ത് വഴിയിലൊക്കെ നിർത്തി ഈ ഒരു യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കുറച്ച് ടൈം എടുത്ത് പോകാനാണ് പ്ലാൻ. ജാമില്ലാണ്ട് ഞാൻ കഴിക്കൂല. പണങ്ങിയിരിക്കണോ ജാമില്ലാത്തോണ്ട്? കുഴപ്പമില്ല, ഇത് എനിക്ക് തികയൊന്നും തോന്നുന്നില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് അത് കഴിച്ചോളാം. എനിക്ക് ബ്രെഡിൻ്റെ കൂടെ ജാം വേണം. കഴുകി ആരംഭിക്കില്ല. യമനാര് ഇത് നമ്മുടെ പണ്ട് മറ്റില്ല, ഇത് വരയ്ക്കാൻ വേണ്ടി വെക്കുന്നതല്ലേ, ബോർഡ് വായിക്കാൻ വേണ്ടി വെക്കുന്നത്. നമുക്ക് എടുത്തോട് കാര്യമില്ലാത്തത് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ മീത്തില് ട്രിം കാസിലിൽ വന്നിട്ടുണ്ട്. ട്രിം കാസിൽ എന്റെ പുറകിലുള്ളതാണ് ട്രിം കാസിൽ. ഈ ട്രിം കാസിലിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ബ്രേവ് ഹാർട്ട് എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമ, നമ്മുടെ മെൽ ഗിബ്സന്റെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള സിനിമയാണ് ബ്രേവ് ഹാർട്ട്. ആ ബ്രേവ് ഹാർട്ട് ഷൂട്ട് ചെയ്ത കാസിലാണ് എന്റെ പുറകിൽ നിങ്ങൾ കാണുന്നത്. സോ ഞങ്ങൾ ഞങ്ങളുടെ മയോയിലോട്ടുള്ള യാത്രക്കിടയിൽ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് നോക്കിയോ, ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ കാസിലൊക്കെ ഒന്ന് കണ്ട് ഇവർക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് എനിക്ക് കുറച്ച് വീഡിയോസും എടുത്ത് ഞങ്ങളൊന്ന് വരാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് ട്രിം കാസിലിന്റെ വിശേഷങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ക്വിക്ക്ലി പോയി ഒന്ന് നോക്കാം. എന്റെ ഒരു വീഡിയോ എടുത്ത് തരുമോ ആരെങ്കിലും? നിന്റെ എന്ത് വീഡിയോടാ? ഞാൻ അതിന്റെ എനിക്കും മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോഗ്രാഫർ അവന് സിസ്റ്റാഗ്രാമിയുടെ ഒരു വീഡിയോ എടുത്തോട് കണ്ടാ? അല്ലല്ല, ഞാനിവിടെ ഓൾറെഡി വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ടല്ലോ. ലോകത്തെല്ലാവരും യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവർക്ക് ചരിത്രം അറിയാനും സ്ഥലങ്ങൾ ആസ്വദിക്കാനുമാണ്. പക്ഷെ ഞങ്ങളുടെ കൂടെ വരുന്ന രണ്ടുപേരും വരുന്നത് കണ്ട വന്ന് ഏതെങ്കിലും പൊട്ടറിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്നത്.
ഇതാണ് നമ്മൾ പറഞ്ഞ ട്രിം കാസിൽ. അതിന്റെ അകമാണിത്. നിങ്ങളിപ്പോ നോക്കുമ്പോൾ ഇത് എന്ത് കാസിൽ എന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം ഒരുപാട് റൂയിനായി പോയിട്ടുള്ള ഒരു കാസിലാണ്. നമ്മള് ഇതില് നമ്മുടെ ബ്രേവ് ഹാർട്ട് മൂവിയിൽ കാണുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്ത് വലിയ വലിയ കാസിലായിട്ടാണ് കാണിക്കുന്നത്. അത് കാരണം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവര് ഇത് റെനോവേറ്റ് ചെയ്താണ് ഈ ഏരിയ അവര് ഷൂട്ട് ചെയ്തത്. ഈ കാസിലിന് ഏകദേശം 900 വർഷത്തെ പഴക്കമുണ്ട്. 900 വർഷത്തെ. സോ അതിന്റെ അവരിടയിൽ എന്താ പറയാ, ഒരു 16ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഏകദേശം നശിച്ചു പോയൊരു ഇതാണ്. പിന്നീട് ഇവിടുത്തെ ഗവൺമെന്റ് ഒക്കെ ഒന്ന് ഏറ്റെടുത്ത് രക്ഷപ്പെടുത്തിയതാ, ഇതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് കീപ്പ് ചെയ്തതാണ്. ട്രിം കാസിലിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ എല്ലാവരും കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു. അയർലൻഡിലെ മറ്റ് കാസിലുകളെ പോലെയല്ല ട്രിം കാസിൽ. കാരണം ഇതിന്റെ സ്ട്രക്ചറുകളൊന്നും ഫുള്ളി ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. മുഴുവനും തകർന്നു പോയൊരവസ്ഥയിലാണ് ട്രിം കാസിൽ ഇവിടെ ഉള്ളത്. ഹിസ്റ്ററി എൻത്യൂസിയാസ്റ്റുകൾക്ക് വന്ന ചരിത്രമൊക്കെ ആസ്വദിച്ച് പോകാം എന്നല്ലാതെ പ്രത്യേകിച്ച് അവിടെ നമുക്ക് വാവ് എന്ന് പറയിപ്പിക്കുന്ന ഒന്നും നമുക്കിവിടെ കാണാനില്ല. പക്ഷെ ആ ചരിത്രം അറിഞ്ഞ് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനായിട്ടുണ്ട്. ഇവിടുത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മയോയിലേക്ക് തുടർന്നു. സോ ഞങ്ങളിപ്പോ യാത്രയുടെ നടുക്ക് വെച്ച് കണ്ടെത്തിയ ഒരു റാപ്സീഡ് ഫാമാണ്. റാപ്സീഡ് ഫാം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ സുജി? യെസ്, നമ്മൾ ഗ്രേ സ്റ്റോൺസിൽ വെച്ച് ഞങ്ങൾ മുന്നേ പോയിരുന്നു. റാപ്സീഡ് ഫാം എന്ന് പറഞ്ഞാൽ ഇവിടെ റാപ്സീഡ് ഒരു തരം നമ്മുടെ ഇതുപോലെ കടുകുമണി പോലത്തെ ഒരു കുരുവാണ്. ഈ കാണുന്ന റാപ്സീഡിൽ നിന്ന് അവരുണ്ടാക്കുന്ന കടുകുമണി പോലത്തെ ഒരു കുരു, അതിൽ നിന്ന് ഒരു ഓയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഈ സമയത്ത് ഇതിന്റെ പൂക്കളെല്ലാം വരുന്ന ഒരു സമയമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഇപ്പോൾ അയർലൻഡിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. സോ ഞങ്ങളിപ്പോൾ ട്രിം കാസിൽ പോയിട്ട് വരുന്ന വഴിക്ക് കണ്ടതാണിത്. സോ ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ പോണത് ഷോൺസ് ബാർ എന്ന് പറയുന്ന ഒരു ബാറിലോട്ടാണ്. ഈ ബാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡിലെ ഏറ്റവും പഴയ, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് സെർവ് ചെയ്യപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ബാറാണ് ഷോൺസ് ബാർ എന്ന് പറയുന്നത്. സോ ആ ബാറിലോട്ട് പോകുന്ന വഴിക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. കൗണ്ടി ആറ്റ്ലോണിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. സോ ആ ബാറൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് എപ്പോഴും ലൈഫിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, അല്ലേ സുജി? യെസ്. അപ്പോൾ വളരെ സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ല രസമായിരിക്കും കാണാനായിട്ട്. സ്പ്രിങ്ങിന്റെ ടൈമാണ്, പക്ഷെ വിന്ററിന്റെ വെതറാണ്, പക്ഷെ സ്പ്രിംഗ് ടൈമാണ്. അപ്പൊ നമ്മളിപ്പോൾ ആത്ലോൺ, ഇത് ആത്ലോണാണ്. ആത്ലോൺ. ഓക്കെ, ആത്ലോണിൽ നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ ഷോൺസ് ബാർ എന്ന് പറയും. ഈ ബാറിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വഴക്കമുള്ള, ഇപ്പോഴും സെർവ് ചെയ്യുന്ന ബാറാണ്. സോ അവിടെ വരികയാണ് നമ്മൾ. ഈ കാണുന്നതാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും പഴയ പബ്ബ്. ഓ, ലോകത്തിലെ ഏറ്റവും പഴയ പബ്ബാണ്. അയർലൻഡ്സ് ഓൾഡസ്റ്റ് പബ് എന്തായാലും ഇതാണ്. ഓക്കെ, ഗിന്നസ് വേൾഡ് റെക്കോർഡിലെല്ലാം ഇത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 1100 വർഷത്തിലേറെയായി കണ്ടിന്യൂസ് ആക്റ്റീവായിട്ട് ഈ പബ്ബ് ജനങ്ങൾക്ക് മദ്യം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അയർലൻഡിന്റെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ടൂറിസത്തിന്റെയും ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മലയാളി എന്നുള്ള നിലയിൽ ഒരു പബ്ബൊക്കെ അല്ലെങ്കിൽ ഒരു ബാറൊക്കെ ഇങ്ങനെ ഒരു നിലയിൽ ആദരിക്കപ്പെടുക, ആഘോഷിക്കപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ വളരെ മുന്തിയ കുടിയന്മാരാണെങ്കിൽ പോലും മദ്യവും ആ പബ്ബിൻ്റെ ഒരു കൾച്ചറും നമ്മൾ അത്ര കാര്യമായിട്ട് അതിനൊരു നല്ല രീതിയിലല്ല നമ്മൾ കാണുന്നത്. എന്നാൽ യൂറോപ്യൻ ജനത, പ്രത്യേകിച്ച് ഐറിഷ് ജനത, അത് അവരുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റിയിരിക്കുന്നത് നമ്മളെ എല്ലാവരെയും വണ്ടറടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്നതാണ് ഞങ്ങൾ ഇനി 2 ദിവസം താമസിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത്. നല്ല അടിപൊളി കിടുക്കാച്ചി സ്ഥലം. പിള്ളാരാ ഞാൻ പറ, വീടൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഹാപ്പി അല്ലേ നിങ്ങൾ എല്ലാവരും? ഔട്ട് സൈഡ് ഒക്കെ സൂപ്പർ ഉണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ കയറി നമ്മളെ വീട് സ്ഥലമൊക്കെ നോക്കാം. ചുറ്റിനും നല്ല ഫാമുകളാണ്. പുറകിൽ ഇതേ ആടുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ വന്ന ഇത് നമ്മുടെ ഒരു പഴയകാല ഐറിഷ് വീട് പോലെയാണ് കാണുന്നത്. കണ്ടില്ല? ഇതാണ് ഇവരുടെ പീറ്റ് എന്ന് പറയും. പീറ്റാണോ ഇത്? പീറ്റ് തന്നെ അല്ലേ? പീറ്റ്. ഇതായത് ഇവിടെ വീട് ചൂടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിങ്ങനെ വെട്ടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇവര്. പുറകിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ
കണ്ടില്ലേ നല്ല വേടിച്ചില് നല്ല ഫാമാണ്. ആടുകൾ ഇഷ്ടം പോലെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാ. ടെനിസേ പറപ്പിച്ചോ, കൊറേ നാളായില്ലേ പറപ്പിച്ചിട്ട്. വാ ഇനി നമുക്ക് വീടിന്റെ അകമൊക്കെ ഒന്ന് കയറി കാണാം. വാ എല്ലാരും വാ. ശ്രുതി ഓടി വാ, നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഇതിൽ കാണിക്ക്. വാ ഒന്ന് കേറ്, വീടൊക്കെ ഒന്ന്. ഈ എന്റെ ഞാൻ തരാം. എന്താ ദീപക്, ഡു ദ ഓണേഴ്സ്. വാ കേറിയോ. നമ്മളെ വീട് തുറന്ന് പുറത്തോട്ട് കയറാം. എന്താണ് വീടിനകത്ത്? ഇതാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലോർഡ്സ് ഹീത്ത്ഫീൽഡ് ഹൗസ്. സൂപ്പർ ഏരിയ ആണ്. ഈ വീടിന്റെ ഇത് ഏരിയൽ വ്യൂ ആണ്. ലൈറ്റ് എവിടെ? ലൈറ്റ് എവിടെ? ഇവിടെ ലൈറ്റ് നോക്ക്. ഇത് മറ്റേ വേണ്ട മോനെ. അതാണ് ഇവിടെ അടിക്കുക ഇരിക്കുക കിടക്കുക. രാത്രി ബോധമല്ല, ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങും മിക്കവാറും. ഇത് നല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ബുക്സുകളുണ്ട് ഇഷ്ടം പോലെ. ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ അല്ലേ. അതിൽ നല്ല അടിപൊളി TV, ആകെ ഫുൾ വൈബാണ്. പീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഫയർ പ്ലേസ് ഉണ്ട്, രാത്രി നമുക്ക് കത്തിക്കാനാണ്. പഴയകാല ഫോണാ. കൊള്ളാം. ഇത് രാത്രി ആകുമ്പോ അടിക്കും കേട്ടോ. പ്രയാസത്തിന്റെ എടുക്കുന്ന ആൾക്ക് ഫുള്ള് ടാസ്ക് ആയിരിക്കും ചെയ്യാനായിട്ട്. സുജി അവളവിടെ പോയി. എന്റെ ഭാര്യയെ വഴിയിൽ വെച്ച് മിസ്സായി. ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭാര്യമാരെയും സഹോദരന്മാരെയും കാണാതെയാവും. വാ വാ ഓടി. എവിടെ പോയി നീ? വാ ആളുകൾക്ക് വീട് കാണിച്ചു കൊടുക്ക്. വാ കേറ്. ഇനിയിപ്പൊ അകത്തോട്ട് നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണത്? ഇതാണ് കിച്ചൺ. ഇനി നമ്മൾ കാണാം നമ്മുടെ. ഇതിപ്പോ നല്ല ലുക്കാട്ടോ. പഴയകാല മീറ്റർ, ഫുള്ള് സെറ്റ് സാധനം. നമ്മള് booking.com 9.5 ഉള്ള റേറ്റിംഗ് ഉള്ള സ്ഥലമാണ്. റീസണബിൾ. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാ. ഇത് നമ്മള് പല വീടുകളും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് പ്രേതങ്ങളുടെ ഭവനമാണ്. അത് ലോക്ക്ഡൌൺ. അതിനകത്താണ് ഇവിടത്തെ പ്രേതങ്ങൾ താമസിക്കുന്നത്. അയ്യോ ഇവിടെ ഉണ്ടാ. ഇവിടെ നമുക്ക് കുക്കിങ്ങിന് ഓവനും സാധനങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ഇതേ വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതേ ഡ്രയർ. ഫോൺ അടിച്ച് കേട്ട്. ആ ഫോൺ എടുക്കരുത് സുജി. ഫോൺ എടുത്ത ആളായിരിക്കും പ്രേതം പറയുന്ന എല്ലാ ടാസ്കും ചെയ്യേണ്ടത്. അയ്യോ ഇതെടുത്ത് കയ്യിൽ വെച്ചോട്ടാ. ഇത് കയ്യിലില്ലെങ്കിൽ പ്രശ്നമാണ്. വാ വാ വാ. അവനാണോ? ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലെ വീട് റൂം കാണിക്കണ്ടേ? സോ ഞാൻ മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് 4 റൂമാണ് നമുക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞു റൂമാണ്. അടിപൊളി. ഇവിടെ നിന്ന് നല്ല കിടിലം വ്യൂ. ഇത് കണ്ടില്ലേ? അത് കുഞ്ഞു റൂമാണ്. ഒരാൾക്ക് കിടക്കാം. ആ ഭാഗത്തിനുള്ള റൂം അടിപൊളി വ്യൂ ആണ്. പക്ഷെ അതാണ് ഇതിന്റെ ഒരു ഇത്. ഈ റൂമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താ മോനെ? കേറി വാ. സോ അത് കഴിഞ്ഞാൽ നേരെ അടുത്ത റൂം. അത് കാണിച്ചായിരുന്നു. ഇത് ഇവിടെ നിന്ന്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഒരു റൂം. അടിപൊളി. അതെ അതെ അതെ. അവൻ അവിടെ നാട്ടിൽ അവരുടെ ആൾക്കാരുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കട്ടെ. പക്ഷെ സ്ഥലം ഇത് ഒരു രക്ഷയില്ല. റൂമൊക്കെ നല്ല രസമുണ്ട്. പ്രേതങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ലൈറ്റ്. അതെ, പണ്ട് തൊട്ടേ പ്രേതങ്ങൾ അങ്ങനെയാണല്ലോ. ടോയ്ലറ്റ്
ആ, അടിപൊളി ഒരു ജക്യൂസി ഉണ്ട്, കിടക്കാം. അപ്പുറത്ത് ദേ ഞാനും കിടക്കും. എന്റെ കൂടെ കിടക്കാൻ പറ്റില്ല. താങ്കൾക്ക് അരമണിക്കൂർ, ബാക്കി സമയം എനിക്ക്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത പഴയകാല ഫ്ലോറ, വുഡിങ് വുഡൻ ഫ്ലോറ്. അതെ, ലൈറ്റ് എന്നിട്ടേ. ആ കൊള്ളാം, സൂപ്പർ ലൈറ്റ് ഹൗസും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വ്യൂ ആണ്, കണ്ടില്ലേ? ഇതൊക്കെയാണ് ഒരു രക്ഷയില്ലാത്ത കിടിലം വീട്. ലെവൽ ലെവൽ. ആ ഇനി ഇത് ഇങ്ങോട്ട്. അമ്മേ, ഇത് 2 സിംഗിൾസിന് കിടക്കാനുള്ളതാണ്. അവർക്ക് കിടക്കാൻ 2 ബെഡ്, 2 പയ്യന്മാർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കിടക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം. ബിഫോർ മാരേജ് അതൊന്നും ചെയ്യില്ല. അതെ അതെ, അത് ബിഫോർ മാരേജ് ഒന്നും ചെയ്യില്ല. അത്രയ്ക്ക് നല്ല പിള്ളേരുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ എല്ലാം അടിപൊളിയാണ്. ആട് കണ്ടില്ലേ? ആടുകള്. ആ, അവിടെ ഒരു കുഞ്ഞു വീടുണ്ട്. അതെന്തോ താടാണത്? ആട്ടുകുട്ടികളുണ്ട്. ആ മച്ചാമാരെ, എന്തോ മച്ചാമാരെ നല്ലൊരു മീനടിച്ചിട്ടുണ്ട്. മീനോ അങ്ങനെ. എനിവേ ഓക്കെ, സോ നമ്മളെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പൊ നല്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്ന കപ്പ, നല്ല കിടിലം മീൻകറി, പിന്നെന്താ ആ പോർക്ക് വിരുന്നാലും. ഇത് ബീഫല്ലേ? ആ ബീഫും ഉണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? ആണോ? മസാലയോ? ആണോ? ഇനി മസാല ഇടണോ? ആണോ? ആണോ? ഓക്കെ, നമ്മളിപ്പോ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം ചൂടാക്കുന്നുണ്ട്. ചിക്കന്റെ പാർട്സ് നാളത്തേക്ക് ഇല്ലല്ല, ഇന്ന് രാത്രി. ഞം ഞം ഞം. എടുക്ക്. നോക്കി ചൂടാണ്. എടുക്കുവാ. ഓർക്കാടിപ്പൊളി. ഞാൻ മീൻകറിയില്ല അതുകൊണ്ട് ഇത് ഒന്നും കൂടെ നമ്മൾ മീൻ എടുത്തു ഞാൻ എന്താ പോകുന്നത്. ചൂടായില്ലേ? ഈ പോർക്ക് ഇത് കുറവാ, ചൂട് കുറവാ. ഓവൻ ഈ പോർക്കില്ലേ? എടാ കുറച്ച് മീൻ കൂടെ എടുത്ത് വെക്കടാ. കുറച്ച് മീൻ എടുത്ത് വെക്കടാ. ഒരു തലയുണ്ടായിരുന്നു. Muruga,